നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനത്തിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന കംപ്ലൈൻ്റ് ആണെന്നുള്ളത്. കാരണം നമുക്കറിയാം, OBD റീഡർ വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കും. ഇത് പലരുടെയും മനസ്സിലുള്ളൊരു ചിന്തയാണ്. അതായത് ഒരു കംപ്ലൈൻറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചുകൊണ്ട് കണക്ട് ചെയ്തു, ഇന്ന കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് അവർ ക്ലിയർ ചെയ്ത്. ശരിക്കും ഇങ്ങനെയാണോ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചാൽ അത് പല കംപ്ലൈൻറ്റുകൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് റിയാസ് വലിയ വളപ്പിലാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഇപ്പോഴത്തെ മോഡേൺ വാഹനങ്ങളിൽ ഒരു കംപ്ലൈൻറ്റ് തന്നെ ഒരുപാട് വാർണിംഗ് ലൈറ്റ് ക്ലസ്റ്റർ മീറ്ററിൽ കത്തിക്കിടക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കംപ്ലൈൻറ്റ്സ് കൊണ്ട് ഒരുപാട് വാർണിംഗ് ലൈറ്റ്സ് കാണിക്കാറില്ല. ഏതാണോ സ്പെസിഫൈ ചെയ്ത കംപ്ലൈൻറ്റ്, ആ ഒരു കംപ്ലൈൻറ്റ്. ഇപ്പം ABS, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ABSൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നു, അങ്ങനെയാണെങ്കിൽ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് ആയിരിക്കും കാണിക്കുന്നത്. പക്ഷേ ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ ABSൻ്റെ സെൻസർ കൊണ്ട് മാത്രമായിരിക്കത്തില്ല. അതിലോട്ട് ഞാൻ വരാം. ഇതിന് കാരണം എന്ത്? നോർമലി ആ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് വാർണിംഗ് ലൈറ്റ് അല്ലേ കാണിക്കേണ്ടത്? സ്കാനിങ് ടൂൾ വെച്ച് DTC നോക്കുമ്പോൾ എല്ലാ മൊഡ്യൂളുകളും ഫോൾട്ടി കോഡ് കാണാം. അപ്പോൾ എങ്ങനെ യഥാർത്ഥ കംപ്ലൈൻറ്റ് ഇത് വെച്ച് കണ്ടുപിടിക്കാനാവും? മൊഡ്യൂളുകളെല്ലാം കംപ്ലൈൻറ്റ് ആയി ആ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നത്? ഷുവറായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ശരിക്കും ഇത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതുകൊണ്ട് മാത്രമല്ല, ഞാനിപ്പോൾ വളരെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഞാനിപ്പോൾ പറഞ്ഞുള്ള ABSൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിക്കുകയാണ്. ABSൻ്റെ വാർണിംഗ് ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഒന്നെങ്കിൽ ABSൻ്റെ സെൻസർ കൊണ്ടുവരാം, ABSൻ്റെ മൊഡ്യൂൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ ABSൻ്റെ എന്തെങ്കിലും വയറിംഗ് കിറ്റിൻ്റെ പ്രശ്നം കൊണ്ടുവരാം. ഇത്രയും പ്രശ്നങ്ങൾ കൊണ്ടുവരാം. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ABS എന്ന് പറഞ്ഞേ കാണിക്കത്തുള്ളൂ. അപ്പം നമുക്കത് സെൻസർ ആകാം. പക്ഷേ സെൻസറിനെയും കാണിക്കാറുണ്ട്. ചില കേസുകളിൽ റിയർ RH സെൻസർ അല്ലെങ്കിൽ റിയർ LH സെൻസർ, ഏത് സെൻസറാണെന്ന് വ്യക്തമായിട്ട് കാണിക്കും. അന്നേരം പോലും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യം ആ സെൻസർ നമ്മളൊന്ന് മാറ്റി വെച്ച് ചെക്ക് ചെയ്ത് നോക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊഡ്യൂളിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്, മൊഡ്യൂൾ റൈറ്റ് സൈഡിലേക്കുള്ള സെൻസറിൻ്റെ കൊടുക്കുന്ന കണക്ഷൻ കൊടുക്കുന്നില്ല. അങ്ങനെ വന്നാലും മൊഡ്യൂളിൽ നിന്ന് ഔട്ട് വരുന്നില്ല. പക്ഷേ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും റൈറ്റ് സെൻസർ മാത്രമേ കാണിക്കത്തുള്ളൂ. അതൊരു ഇഷ്യൂ. ഇനി കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവം ഞാൻ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതായത് കഴിഞ്ഞ ദിവസം ഒരു വാഹനത്തിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. ആ വർക്ക് കഴിഞ്ഞിട്ട് ആ വാഹനത്തിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. വാർണിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ESP, അതായത് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാരണം കൊണ്ടായിരിക്കും എന്നുള്ള STT വെച്ച് ചെക്ക് ചെയ്തപ്പോൾ അതിൽ കാണിച്ചിരുന്ന ഒരു കോഡ് BCM. എത്ര പേർക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. BCM എൻ്റെ കോഡാണ് കാണിച്ചത്. BCM എന്ന് പറഞ്ഞാൽ ബോഡി കൺട്രോൾ മൊഡ്യൂൾ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞൊരു വാഹനമാണ്. ആ ഒരു വാഹനത്തിൻ്റെ BCM ആണ് കാണിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഡ് കാണിച്ചാൽ നമ്മൾ ഓടിപ്പോയി BCM ഒരു കാരണവശാലും മാറാൻ പറ്റത്തില്ല. കാരണം BCM എന്ന് പറയുമ്പോൾ ബോഡി കൺട്രോൾ മൊഡ്യൂൾ, അതിൻ്റെ വയറിങ്സും കാര്യങ്ങളൊക്കെ ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനെ വയറിങ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു ESP എന്ന് പറയുന്ന ആ ഒരു സെൻസറിലോട്ട്, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഏതൊക്കെ സെൻസറിൽ നിന്നാണ് അത് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോഴേക്കും അവസാനം കണ്ടുപിടിച്ച ചെറിയൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. ബ്രേക്കിൻ്റെ സ്ട്രോക്ക് സെൻസറിൻ്റെ ഒരു ഇഷ്യൂ കാരണം അത് പ്രോപ്പറായിട്ട് അലൈൻഡ് അല്ലാത്തതുകൊണ്ട് വന്നൊരു ഇഷ്യൂ കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഒരിക്കലും ബ്രേക്കായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇത് ബ്രേക്കിലോട്ട് വന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം അത്ര സിമ്പിളായിട്ട് നിങ്ങൾ കാണരുത്. ഷോറൂമിലൊക്കെ കൊണ്ടുപോയിട്ട് പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഈ ഒരു വയറ് പോയതന്നെയാണ്, ഇതിനൊക്കെയാണോ നിങ്ങൾ ഇത്രയും ചാർജ് മേടിക്കുന്നത്? ഈ ഒരു ചോദ്യം പലരും ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വന്തമായിട്ട് ചെയ്തുകൂടായിരുന്നോ എന്ന് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. പക്ഷേ സിമ്പിൾ കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പറയാം. പക്ഷേ ചില കാര്യങ്ങൾ ഒരുപാട് സമയം എടുക്കും, ഒരുപാട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും, മാൻ പവറിൻ്റെ ആവശ്യം വരും, സമയം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം വരുന്നത്. കാരണം ഒരു വയറിംഗ് കിറ്റ് ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നിസ്സാര കാര്യമല്ല. ചെയ്തിട്ടുള്ളവർക്കറിയാം. ഇതിനകത്തുള്ള ആരെങ്കിലും മെക്കാനിക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടി ഇടുക. ഒരു വയറിംഗ് കിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക എന്ന് പറയുമ്പോൾ എന്ത് മെനക്കേടാണ്. ഒരിടത്തുനിന്ന് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും കാണുന്ന ഒരാൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ പോരെ എന്നാ പറയുന്നതിൻ്റെ ബുദ്ധിമുട്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, ചില കംപ്ലയിൻസുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അഡീഷണൽ ഫിറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലർ എവിടെന്നെങ്കിലൊക്കെ ലൈൻ ലൂപ്പ് ചെയ്യുന്ന സമയത്തും വരുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. കുറച്ചൊക്കെ, എല്ലാമല്ല, കുറച്ചൊക്കെ ഇങ്ങനെ പ്രോബ്ലംസ് വരാറുണ്ട്. അതുകൊണ്ട് കഴിവതും നമ്മൾ എക്സ്റ്റേണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യണ്ട എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ചെയ്യണം. പക്ഷേ കുറച്ച് ജെന്യുവിനിറ്റി ഉള്ള ടൈപ്പ് തന്നെ വെക്കാനാണ് ശ്രമിക്കേണ്ടത്. വയർ കട്ടിംഗ് ഒന്നും ഒരു കാരണവശാലും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയെങ്കിൽ നമ്മുടെ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും വരാതിരുന്നോളും. ഈ ചോദ്യം ചോദിച്ച ഒരാൾക്ക് വളരെ വ്യക്തമായിട്ട് ഇതിന് ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇടുക.